കമന്റ് അടിയിൽ വന്ന് കിടക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഞാൻ കമന്റ് സ്റ്റക്ക് ആകുമ്പോൾ കാണാത്തത് കൊണ്ടാണ്. DOP വളം കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം ഇത് എപ്പോഴും കൊടുക്കുക. DOP അല്ല, DAP ആണ് കേട്ടോ, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അത് വെച്ചാൽ നൈട്രജൻ കണ്ടന്റ് 18%, അതേപോലെ 42% ഫോസ്ഫറസ് കണ്ടന്റും അടങ്ങിയിട്ടുള്ള ഒരു രാസവളമാണ് DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. അപ്പോൾ അതിൽ ഫോസ്ഫറസ് ആണ് കൂടുതലുള്ളത്. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ടും അതേപോലെ വേര് വളർച്ച നല്ല രീതിയിൽ വേര് വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രധാന മൂലകമാണ് ഫോസ്ഫറസ്. അപ്പോൾ ചെടി പൂക്കാനുള്ള ഒരു സ്റ്റേജിലൊക്കെ നമുക്ക് DAP വളം കൊടുക്കാം. അപ്പോൾ രാസവളം കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ DAP വളം നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ DAP നമുക്ക് ലിക്വിഡ് രൂപത്തിലും കിട്ടും, നാനോ DAP ആയിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ലിക്വിഡ് രൂപത്തിലുള്ളതെന്നുണ്ടെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു സ്റ്റേജിലുള്ള ചെടിക്ക് മാത്രം കൊടുത്താൽ മതി കേട്ടോ, പൂക്കാനുള്ള. സോറി. ഇനി ഗ്രാനുൽ രൂപത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിൽ രാസവളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ അമിതമായിട്ട് ഒരു കാരണവശാലും DAP വളങ്ങൾ മണ്ണിൽ കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഫോസ്ഫറസ് കണ്ടന്റ് മണ്ണിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ മണ്ണ് അസിഡിക് അല്ല ആവുക, ആൽക്കലൈൻ ആവുക, ക്ഷാരഗുണത്തിലായി വരും. വെച്ചാൽ അതിൻ്റെ pH ലെവൽ 7.5 മേലോട്ട് 8, 8.5 എത്തും. അപ്പോൾ ചെടിക്ക് പിന്നെ വേറെ ഒരു വളങ്ങളും വലിച്ചെടുക്കാൻ പറ്റാത്ത